നമസ്കാരം. ഒരു പ്രേക്ഷകൻ അയച്ച കത്ത് വായിച്ചുകൊണ്ട് ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കാം. ശ്രീ ഷാജികുമാർ എന്ന പ്രേക്ഷകനാണ്. കത്തല്ലല്ലോ, ഇപ്പോൾ വാട്സാപ്പ് സന്ദേശം അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിനുള്ള റെസ്പോൺസ് 30-35 വർഷമായിട്ട് പറയുന്ന ഭാഷയായതുകൊണ്ടാണ് ഈ കത്തെന്ന് വരുന്നത്. ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് മന്ത്രിസഭയെ വിലയിരുത്തിയതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പിണറായിയുടെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രം ആണ് പോർട്ടിന്റെ പ്രവർത്തനം മുന്നോട്ടു പോയത്, അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ സമരത്തോടെ തീരുമായിരുന്നു. പ്രസവത്തിലെ പ്രേക്ഷകർ സെയിലിംഗ് കമന്ററിയെ രൂക്ഷമായി തന്നെ വിമർശിക്കണം. അതിനകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട. അത്തരം വിമർശനങ്ങൾ വരുമ്പോഴാണ് കുറച്ച് സത്യങ്ങൾ, അത് സംബന്ധിച്ച കുറച്ച് സത്യങ്ങൾ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ കഴിയുക. ഈ സമരത്തെക്കുറിച്ച് ഒടുവിൽ വരാം. നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട പോർട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ, സെയിലിംഗ് കമന്ററി ഇങ്ങനെ നിരന്തരം സർക്കാരിനെ വിമർശിക്കുന്നു, ഒരു റോഡ് കണക്ട് ചെയ്യുന്നില്ല, കാൽക്കാശിന്റെ പ്രയോജനം നാട്ടുകാർക്ക് കിട്ടുന്നില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൽ വിശ്വാസം വരാത്ത ഒരാൾ, ഒരുപക്ഷെ സർക്കാരിനെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, അദ്ദേഹം നേരിട്ട് പോയി ആ പോർട്ടിന്റെ പരിസരമൊക്കെ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് കാണണം തോന്നി. എത്രത്തോളമാണ് സെയിലിംഗ് കമന്ററി പറയുന്നതിന്റെ സത്യാവസ്ഥ, വെറുതെ സർക്കാരിനെ വിമർശിക്കുകയാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം പോയിട്ട് അവസാനം അദ്ദേഹം ഒരു ചിത്രം അയച്ചു തന്നു. പോർട്ടിന്റെ കണക്ടിവിറ്റിയുടെ റോഡ് നിൽക്കുന്ന സ്ഥലം വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ അതിന്റെ ഒരു ഫോട്ടോ അദ്ദേഹം അയച്ചിട്ട് അതിന്റെ ഒരു അടിക്കുറിപ്പും കൂടി അയച്ചു തന്നു. ആ ഫോട്ടോ കാണിക്കാം. ആ ഫോട്ടോ കണ്ടിട്ട് പ്രേക്ഷകർക്ക് അതിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിക്കുറിപ്പ് എന്താണെന്ന്, സമ്മാനമൊന്നും ഓഫർ ചെയ്യുന്നില്ല, അതിലൊന്നും വലിയ കാര്യമില്ല, ഏറ്റവും നല്ല അടിക്കുറിപ്പ് അയച്ചു തരിക. ഈ ചിത്രം കണ്ടിട്ട് ഒരു പോർട്ടിന്റെ കണക്ടിവിറ്റി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയാൻ ഈ ചിത്രം, ഈ ഒരു ആല് ഈ അളവിൽ വളരണമെങ്കിൽ പോർട്ടിന്റെ റോഡ് കണ്ടല്ലോ, കമ്പിയെല്ലാം തുരുമ്പെടുത്തു, അവിടെ അവസാനം എത്തി നിൽക്കുന്നതിന്റെ എഡ്ജിലുള്ള ഫോട്ടോയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഒരു മരത്തൈ ഇത്രത്തോളം വളരണമെങ്കിൽ അതിന്റെ നിർമ്മാണം എത്ര നാൾ നിശ്ചലമാണ് എന്ന ഫോട്ടോ വിളിച്ചു പറയുന്നുണ്ട്. തുരുമ്പെടുത്ത കമ്പികൾ വിളിച്ചു പറയുന്നുണ്ട്. പ്രേക്ഷകർക്കും അദ്ദേഹം ഒന്നാം തരം ഒരു അടിക്കുറിപ്പ് അയച്ചു. അത് ഈ അടിക്കുറിപ്പിന്റെ അവസാനം ഈ പ്രേക്ഷകരുടെ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞിട്ട് ആ അടിക്കുറിപ്പ് അറിയിക്കാം. എന്തായാലും സർക്കാർ അനുകൂല മനസ്സുള്ള ഒരാൾ ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തായിരിക്കും ഈ കണക്ടിവിറ്റിയുടെ ഭാവി എന്തായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. എന്തായാലും അതൊന്നും ഇപ്പൊ പറയുന്നില്ല, പ്രേക്ഷകരുടെ അഭിപ്രായം ആവശ്യപ്പെടുകയാണ്. ഇനി തുടക്കത്തിലെ പ്രതികരണത്തിലോട്ട് വരാം. പിണറായിയുടെ നിശ്ചയദാർഢ്യം ഒന്ന് മാത്രമാണ് പോർട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. ഒരു സമരം സൃഷ്ടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സമരത്തിന് വേണ്ട വെള്ളവും വളവും എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് സമരം അങ്ങ് കൊഴുപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ അത് അവസാനിപ്പിക്കുന്നത് ഒരു വലിയ മഹത്തായ പ്രക്രിയയായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്താം. ഇപ്പൊ ഇതുപോലെ ഷാജികുമാറിനെ പോലുള്ളവർക്ക് വാഴ്ത്തിപ്പാടാം. ഞാൻ 2 ഉദാഹരണങ്ങൾ കഴിഞ്ഞിട്ട് ഈ സമരത്തിന്റെ തുടക്കകാലം എന്തായിരുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം. ഒന്ന്, ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി പുതുതായി ഒരു മന്ത്രിസഭ രൂപം കൊള്ളുന്നു, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ടെലികോം വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ഉണ്ടല്ലോ കുറച്ച് നാളത്തെ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ BSNLന്റെ റേറ്റ് വളരെ കൂടുതലാണ്, നമുക്കതൊന്നും കുറയ്ക്കണം, അത് സംബന്ധിച്ച് ഒരു പഠനം നടത്തുന്നതിന്റെ ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചു? ഈ പ്രൈവറ്റ് സെക്രട്ടറി എന്ത് ചെയ്തു? അദ്ദേഹം ഉടനെ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾ, റിലയൻസ് അന്ന് കുറെ കൂടുതലുണ്ടായിരുന്നു, റിലയൻസ്, ഐഡിയ സെപ്പറേറ്റ് ആയിരുന്നു, വോഡഫോൺ, ടാറ്റയ്ക്ക് പോലും ഉണ്ടായിരുന്നു, ഡോകോമോ തുടങ്ങിയ ഒരുപാട്, ഐഡിയ തുടങ്ങിയ ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും വിളിച്ച് ഒരു മെസ്സേജ് കൊടുത്തു. മന്ത്രി BSNLന്റെ റേറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്, എന്നോട് അത് സംബന്ധിച്ച് ഒരു നോട്ട് തയ്യാറാക്കി കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു.
പിന്നീട് എന്താ നടന്നതെന്നറിയാമോ? എല്ലാ സ്വകാര്യ കമ്പനികളും മന്ത്രിയെ നേരിൽ വന്ന് കണ്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, കാഴ്ചവെക്കേണ്ടതൊക്കെ വെച്ചു. BSNLന്റെ ഒരു റേറ്റും കുറച്ചില്ല. ഇങ്ങനെയും ഒരു ഭരണമുണ്ട്, ഇങ്ങനെയും ഒരു ഭരണത്തിന്റെ നടപടിക്രമങ്ങൾ ഉണ്ട് എന്ന് അതിന്റെ ഒരു കേരള മോഡൽ കൂടി പറയാം. ഇതുപോലെ തന്നെ പുതിയ ഒരു മന്ത്രിസഭ കേരളത്തിൽ രൂപീകൃതമായി. ഇത്രയും പ്രായം കൊണ്ട് മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇത്തരം ഇടപാടുകൾക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നപ്പെടാൻ ഇടവന്നതുകൊണ്ടാണ് ഇത്തരം കഥകളൊക്കെ അറിയാൻ പറ്റുന്നത്. കേരളത്തിലും ഇതുപോലെ ഒരു പുതിയ മന്ത്രിസഭ രൂപീകരിച്ചു. ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞു. ഒരു വകുപ്പിന്റെ മന്ത്രി ഇതുപോലെ തന്നെ സെക്രട്ടറിയെ വിളിക്കുന്നു. സെക്രട്ടറി വിളിച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ട എന്താണെന്ന് അറിയാമോ? നമ്മുടെ കീ പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരെയൊക്കെ ഒരു ഷഫ്ലിംഗ് നടത്തണം, ഒരു ട്രാൻസ്ഫർ നടത്തണം. കാരണം കുറെ കാലമായിട്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട് അവരിവിടെ ഇരിക്കുകയല്ലേ. അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരണം. അതിന്റെ ഒരു ലിസ്റ്റ് കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി, മന്ത്രിയൊന്നും അറിയാതെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി പോയി പറഞ്ഞു. വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തു. മന്ത്രി ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ, ഒരു ഷഫ്ലിംഗ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു, എന്നോട് അതിന്റെ ലിസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും മന്ത്രിയെ കൃത്യമായി വന്ന് കാണേണ്ട വിധത്തിലൊക്കെ കണ്ട് തിരിച്ചുപോയി. ഒരു ട്രാൻസ്ഫർ നടപടിയും ഉണ്ടായില്ല. അപ്പൊ ഭരണം ഇങ്ങനെയൊക്കെ നടത്താം എന്നുള്ളതിന്റെ ഒന്നാം തരം തെളിവാണ് കേന്ദ്രത്തിലും കേരളത്തിലും 2 വ്യത്യസ്ത മുന്നണികളാണ്. അപ്പോ അതിലൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് നമുക്ക് കൃത്യം ബോധ്യമാകുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ ലത്തീൻ സമരത്തിലോട്ട് വരാം. 2022 ഓഗസ്റ്റ് 16 17 തീയതികളിലോ മറ്റോ ആണെന്ന് തോന്നുന്നു തുടക്കം. ഡേറ്റ് ഓർമ്മയില്ല, ഡേറ്റിനൊന്നും പ്രസക്തിയില്ല. എന്തായാലും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ്, പിന്നെ സെക്രട്ടേറിയറ്റിന്റെ 1-2 ദിവസം സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടാണ് ലൊക്കേഷൻ പോർട്ടിലോട്ട് മാറുന്നത്. അതിനു മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട്, എന്റെ വീടിന് തൊട്ടടുത്താണ്, അതിന്റെ മുമ്പിലായിരുന്നു 1 മാസത്തോളം സമരം. അപ്പൊ അവിടെ നിന്ന് അതിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞു, ഇത്തവണ സമരം ഞങ്ങളൊന്ന് കൊഴുപ്പിക്കും. ഇതുവരെ ഞങ്ങൾ നടത്തിയ പോർട്ട് വിരുദ്ധ സമരം പോലെയല്ല, ഇത്തവണ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ, എന്റെ സുഹൃത്തുക്കൾ, ഒരാൾ മുഖ്യമന്ത്രിയുടെ, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ചെവി കടിച്ചു പറിക്കുന്ന ഒരാളാണ്, അത്ര അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ചു, ഈ സമരം കൈവിട്ടു പോകും, നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഞാനത് നൽകാം, പങ്കുവയ്ക്കാം. ഈ നിമിഷം വരെ അദ്ദേഹം അതിനൊരു മറുപടി എനിക്ക് നൽകിയില്ല. ഞാൻ ഈ വിവരം പോലീസിൽ, എനിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിലെ കുറെ സുഹൃത്തുക്കളുണ്ട്. കാരണം 10-30 വർഷമായിട്ട് സമരം ചെയ്യുമ്പോഴൊക്കെ അവര് എന്നോട് വിളിക്കും, എവിടെയാണ് സമരം, എത്ര പേർ പങ്കെടുക്കും, മാർഗ തടസ്സം ഉണ്ടാക്കുമോ, വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ. സൗഹൃദത്തോട് പറയും, ഞങ്ങൾക്ക് പണി തരുന്ന ഒരു പണിയും സമരത്തിൽ ചെയ്യല്ലേ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കുമ്പോൾ കണ്ടോൺമെന്റിന്റെ സർക്കിൾ വന്ന് പറയും, എവിടെയാണ് ഇരിക്കുന്നത്? ഞങ്ങൾ പറയും, ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ അപ്പുറത്തിരിക്കണം. എന്തോ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അപ്പുറത്തിരിക്കണം. ഒരു അനുഭവം ഉണ്ടായി. ഡോക്ടർ മൻമോഹൻ സിംഗ് വിമാനത്താവള പരിസരത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ അന്ന് ഉപവാസം പ്രഖ്യാപിച്ചു. ഈ പോർട്ടിന്റെ പ്രവർത്തനം നീണ്ടുപോകുന്നതുകൊണ്ട് ഉപവാസ സമരമായിട്ട് ശംഖുമുഖത്ത് ആ വേദിക്ക് തൊട്ടടുത്ത് തന്നെ ഇരിക്കാൻ തീരുമാനിച്ചപ്പോൾ പോലീസ് എന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ മാറി വേറെ എവിടെയെങ്കിലും പോയിരിക്കണം. ഇത്രയും ഈ ചുറ്റളവ് കാണിച്ചു തന്നു. ഇത്രയും പ്രദേശത്ത് ഇരിക്കാൻ പറ്റില്ല, അതിനപ്പുറം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കും. അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞ പരിധിക്ക് അപ്പുറത്ത് പോയി ഒരു നിരാഹാര സമരം. ഡോക്ടർ മൻമോഹൻ സിംഗ് വന്ന ദിവസം ഞങ്ങൾ ശംഖുമുഖം കടപ്പുറത്ത് ഒരു നിരാഹാര സമരം ഇരുന്നു. അപ്പോ പോലീസാണ് നിശ്ചയിക്കുന്നത് ഒരു സമരം എവിടെ നടത്തണം നടത്തണ്ട എന്നുള്ളത്. വിസിൽ MD-യോടും ഈ മെസ്സേജ് കൊടുത്തു, ഈ സമരത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട്. അപ്പൊ പോലീസ്, വിസിൽ, ഇനി CPM-ന്റെ തിരുവനന്തപുരത്തെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന CPM-ന്റെ ജില്ലാ ഘടകമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാളോടും ഞാൻ പറഞ്ഞു, ഈ സമരം കൈവിട്ടു പോകും, ഈ സമരത്തെ ഹാൻഡിൽ ചെയ്യേണ്ട ചില സൊല്യൂഷൻസ് എനിക്കറിയാം, അത് പറഞ്ഞു തരാം. ഈ പറയുന്നവരാരും എന്നോട് താല്പര്യം കാണിച്ചില്ല. അവസാനം
140 ദിവസം മാർഗ തടസ്സമുണ്ടാക്കി ഒരു ആഘോഷമായി ആറാട്ട് പോലെ അക്രമ സമരത്തിലോട്ട് ഈ സമരം മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? പിണറായിയുടെ നിശ്ചയദാർഢ്യം ഒന്ന് മാത്രമാണ് പോർട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. ഈ സമരം ചൂട്ടും കെട്ടി വാലും മടക്കി 2-3 ദിവസത്തിനകം എണീറ്റ് പോകുന്ന തന്ത്രം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത്രയും ആളുകളെ അറിയിച്ചിട്ടും അവരാരും മൈൻഡ് ചെയ്യാതിരുന്നിട്ട് ഈ സമരത്തിന് വേണ്ട എല്ലാ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് പിണറായിയുടെ നിശ്ചയദാർഢ്യം ഒന്ന് മാത്രമാണ് പോർട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ സമരത്തോടെ തീരുമായിരുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ സമരം സൃഷ്ടിച്ചത് ആരാണ് എന്നാണ് തിരിച്ച് ഷാജികുമാറിനോട് ചോദിക്കുവാനുള്ളത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.